പിണറായി വിജയന്റെ ജീവിതം പറയുന്ന കഥാപ്രസംഗം ഒരുങ്ങുന്നു. കൊല്ലം പാരിപ്പള്ളി സ്വദേശി ചെറക്കര സലീം കുമാറാണ് പിണറായി വിജയന്റെ ജീവചരിത്രം വിശദീകരിക്കുന്ന പുതിയ വെളിച്ചം എന്ന കഥാപ്രസംഗം തയ്യാറാക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ധർമ്മട മണ്ഡലത്തിൽ തിങ്കളാഴ്ച മുതൽ കഥാപ്രസംഗം അവതരിപ്പിക്കും. കൊച്ചു കൊച്ചു ജോലികളിലൂടെ ആ അമ്മമാർ സ്വരൂപിച്ച പണമടങ്ങിയ കവർ ആനന്ദവല്ലി അമ്മാൾ തന്റെ വിറയാർന്ന കൈകളാൽ സഖാവ് പിണറായിക്ക് നൽകി. ഒപ്പം ആ കവിളിൽ ഒരു സ്നേഹചുംബനവും ആ തള്ള അർപ്പിച്ചു. ഗാന്ധിഭവൻ അന്തേവാസികളുടെ കയ്യിൽ നിന്നും കെട്ടിവെക്കാനുള്ള തുക കൈപ്പറ്റി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്ന പിണറായി വിജയനിൽ നിന്നാണ് പുതിയ വെളിച്ചം എന്ന കഥാപ്രസംഗം ആരംഭിക്കുന്നത്. പിണറായി വിജയന്റെ വിദ്യാർത്ഥി ജീവിതവും സംഘടനാ രംഗത്തെ പോരാട്ടങ്ങളും അടിയന്തരാവസ്ഥക്കാലത്ത് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ചും പറഞ്ഞ് കഥ മുന്നേറുന്നു. പലനാൾ കൂടി ഒരു ദിവസം അർദ്ധരാത്രിയിൽ കുടുംബത്തെ കാണുവാൻ വീട്ടിലെത്തി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞു. ഇരുട്ടിന്റെ മറവിൽ നിന്നും പതുങ്ങി നിന്ന പോലീസുകാർ കുതിച്ചു ചാടി വാതിൽ ചവിട്ടിപ്പൊളിച്ചു. വിജയനെ പിടികൂടി കൊണ്ടുപോയി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചു. പിന്നെ നടന്നത് ലോകപ്പിനുള്ളിലെ മർദ്ദനങ്ങൾ, പ്രതികാര ഭീകര താണ്ഡവങ്ങൾ. പാരിപ്പള്ളി സ്വദേശി ചെറക്കര സലീം കുമാർ എഴുതി ചിട്ടപ്പെടുത്തിയ കഥാപ്രസംഗത്തിന് 45 മിനിറ്റ് ദൈർഘ്യമുണ്ട്. പാർട്ടി നേതൃത്വം സ്ക്രിപ്റ്റ് കണ്ട് അംഗീകാരം നൽകിയ ശേഷമാണ് ധർമ്മടത്ത് പ്രചാരണത്തിന് അവതരിപ്പിക്കാൻ തീരുമാനിച്ചത്. സഖാവ് പിണറായി വിജയൻ മത്സരിക്കുന്ന സ്ഥലത്താണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 9-ാം തീയതി മുതൽ 12-ാം തീയതി വരെ അദ്ദേഹത്തിൻ്റെ സ്വീകരണ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. ആ സ്വീകരണ പരിപാടികളോടനുബന്ധിച്ചായിരിക്കും ഈ കഥാപ്രസംഗത്തിന്റെ അവതരണവും. മലപ്പുറം സമ്മേളനവും ലാവ്ലിൻ കേസുമെല്ലാം കഥയുടെ ഭാഗമാകുന്നുണ്ട്. പാർട്ടിയുടെ പിളർപ്പും ചില മാധ്യമങ്ങൾ സ്വപ്നം കണ്ടു. എന്നാൽ എല്ലാ പ്രചരണങ്ങളെയും മാധ്യമ പ്രവചനങ്ങളെയും തട്ടിത്തകർത്തുകൊണ്ട് മലപ്പുറം സമ്മേളനം വിജയകരമായി പര്യവസാനിച്ചു. റിപ്പോർട്ടർ കൊല്ലം.